അസ്ട്രോയോഗി ആദ്യ ജ്യോതിഷ കൺസൾട്ടേഷൻ സൗജന്യം. ഇന്ന് ഡൗൺലോഡ് ചെയ്യുക. ഏരിസ് ഓവർവ്യൂ. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഇമെയിലോ ഒരു ഫോൺ വിളിയോ നിങ്ങളുടെ സുഹൃത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചേക്കാം. ചിലപ്പോൾ ഈ അതിഥിക്ക് നിങ്ങളുടെ വീട്ടിൽ ചില ദിവസങ്ങൾ ആതിഥേയത്വം അരുളേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വേറൊരു പാത്രം കൂടി ചായ ഉണ്ടാക്കാൻ എടുത്തുകൊള്ളണം. ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ആൾക്കാർ ഉണ്ടാക്കുന്ന ഈ ചെറിയ കൂട്ടിച്ചേരൽ ആസ്വദിക്കണം. ഏരിസ് റൊമാൻസ്. അനുരാഗത്തിന്റെ കാര്യമെടുത്താൽ ഇന്ന് വസന്തകാലമാണ്. ഇന്നും വ്യത്യസ്തമല്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമൊത്ത് പുറത്തിറങ്ങുക. ഇരുവരും ഒന്നിച്ച് ചിലവഴിച്ച സമയം ആനന്ദിക്കുക. നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ തിരഞ്ഞെടുത്ത പങ്കാളിയെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ലെങ്കിൽ ഇന്നു മുതൽ അതിൽ മാറ്റം വന്നു തുടങ്ങുന്നത് നിങ്ങൾ കാണും. നിങ്ങൾ വരുത്തിയ ഈ ശുഭകരമായ മാറ്റം ആഘോഷിക്കുക. ഏരിസ് കരിയർ. നിങ്ങളുടെ തൊഴിൽ മേഖല അഭിമാനത്തോടെയും ആവേശത്തോടും ഉയർന്നു പോകുന്നതായി കാണും. ഈ ഉറപ്പായ പുരോഗതി കാള കൊമ്പുകുലുക്കി മുന്നോട്ടു പോകുമ്പോൾ തടസ്സങ്ങളെല്ലാം മാറുന്നതുപോലെ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങളും മാറാൻ കഴിയുന്നതായി തോന്നും. മുന്നോട്ടു പോവുക. ഏരിസ് ഫൈനാൻസ്. ജോലിഭാരം ഇന്ന് നിങ്ങളെ തിരക്കുള്ളവനാക്കുമെങ്കിലും അത് നിങ്ങളുടെ ശോഭനമായ സാമ്പത്തിക ഭാവിക്ക് അടിത്തറയിടും. ജോലിയുടെ മർദ്ദം വളരെ അധികമായിരിക്കും. കൂടുതൽ പദ്ധതികൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടിയും വരും. എന്നിരുന്നാലും നിങ്ങളുടെ വിശ്രമം ആവശ്യമാണ്. അത് നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകും. വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കൂടുതൽ ആശയങ്ങളും. ഏരിസ് ഹെൽത്ത്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതൽ അല്ലെങ്കിൽ പ്രമേഹത്തിന്റെ അസുഖം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത്തെ ദിനത്തിൽ അതിൽ കുറച്ച് പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ നിങ്ങൾ ഇതുവരേക്കും വളരെ നിഷ്കർഷ പാലിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഇപ്പോൾ വഴുതി പോകരുത്. ഇന്ന് ചില ചെറിയ വ്യായാമങ്ങൾ ചെയ്യുകയും നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. അത് നിങ്ങളുടെ സ്ഥിതിയിൽ കാര്യമായ മാറ്റം വരുത്തുന്നത് അനുഭവിച്ചറിയുക. ടോറസ് ഓവർവ്യൂ. വളരെ കാലമായി നിങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു എന്തെങ്കിലും വാങ്ങുവാനായി. ഇന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങുവാനായി ഇന്ന് നിങ്ങൾ ആഗ്രഹിക്കും. ഒരുപക്ഷെ അത് വളരെ ചെറിയതാണെങ്കിൽ പോലും സാമ്പത്തിക കാര്യങ്ങൾക്ക് അവധി കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുവാനുള്ള ദിനമാണിന്ന്. ടോറസ് റൊമാൻസ്. അനുരാഗം ഇന്ന് സാധ്യതയുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇന്ന് വളരെ ആകർഷകമായ ഒരു വ്യക്തിയെ ഇന്ന് നിങ്ങൾ കണ്ടുമുട്ടും. ഈ വ്യക്തിയെ ജോലി സംബന്ധമായ ഒരു ഇടത്ത് വെച്ചായിരിക്കും കണ്ടുമുട്ടുവാൻ ഏറെ സാധ്യത. ഇത് വളരെ രസകരമായ ഒരു കൂടിക്കാഴ്ചയാകുവാൻ സാധ്യതയുണ്ട്. അതിലുപരി അനുരാഗ നിബിഡവും. എന്നിരുന്നാലും ഈ തീപ്പൊരി ഓഫീസ് വിടുന്നതുവരെ എരിഞ്ഞു നിൽക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടി വരും. ടോറസ് കരിയർ. വിദേശത്തുള്ള ഒരു തൊഴിലോ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമോ നിങ്ങളുടെ മനസ്സിൽ ഇന്ന് കുടിയേറും. നല്ല കാരണങ്ങൾ കൊണ്ട് ഇത് തിരഞ്ഞെടുക്കുന്നതിന് പരിഗണിക്കുക. വിദേശത്തുള്ള സാധ്യതകൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നതിനാൽ ഇത് ദീർഘനാളത്തേക്ക് നിങ്ങൾക്ക് സന്തോഷം കൈവരുത്തും. നിങ്ങൾ നേരത്തെ തന്നെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് വിദേശത്ത് നിന്ന് ചില സദ്വാർത്തകൾ ലഭിച്ചേക്കും. വളരെ നല്ല ജോലി. ടോറസ് ഫൈനാൻസ്. വെറും ഊഹാഭോഗങ്ങളുടെ പിൻബലം മാത്രമുള്ള പദ്ധതികളിൽ നിന്നും ഇന്ന് നിങ്ങൾ നിങ്ങളെ സംരക്ഷിക്കുക. നിങ്ങൾ നിങ്ങളുടെ വിവേചന ബുദ്ധി ഉപയോഗിക്കുക. നിങ്ങളുടെ പണം നിങ്ങളുടെ പക്കൽ തന്നെ കഴിയാവുന്നത്ര നേരം സൂക്ഷിക്കുക. മറ്റുള്ളവർ നിങ്ങളെ നിങ്ങൾ അധ്വാനിച്ച് നേടിയ പണത്തിൽ നിന്നും വേർപെടുത്തുവാൻ ആവത് ശ്രമിക്കും. എന്നാൽ നിങ്ങൾ അത്ര പെട്ടെന്ന് കബളിപ്പിക്കാനാവുകയില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ടോറസ് ഹെൽത്ത്. ഇന്ന് ദേഷ്യം നിയന്ത്രിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദം ആകാശത്തോളം ഉയരും. നിങ്ങളുടെ കോപത്തിന്റെ അനന്തരഫലമായുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം നിങ്ങളെ കുറച്ചേറെ രാത്രികളെ നിദ്രാഹീനമാക്കും. തെറ്റ് ചെയ്തുവെന്ന തോന്നൽ നാക്കിനെ അടക്കി നിർത്തിയാൽ അതുമൂലമുള്ള ഗുണങ്ങളാൽ ആരോഗ്യത്തിലും നിങ്ങൾക്ക് കാണാം. ജെമിനി ഓവർവ്യൂ. നിങ്ങളുടെ ഭൗതികമായ അറിവിന്റെ പ്രസരണം വളരെ കൂടുതലാണ്. ഇന്ന് അത് നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ മാറ്റിവെക്കാത്തതുമാണ്. നിങ്ങളുടെ ലക്ഷ്യത്തിന് മുൻതൂക്കം നൽകി എല്ലാം സംഭവിക്കുന്നതിന് പദ്ധതിയിടുക. അതിനായി മാനസികമായും നിങ്ങളുടെ എല്ലാ കഴിവും ഉപയോഗിക്കുക. അതുകൊണ്ട് നിന്റെ പാതയിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളും കടമ്പകളും ആത്മവിശ്വാസത്തോടെ വിജയിക്കും. ജെമിനി റൊമാൻസ്. ഓഫീസിൽ ആരെങ്കിലും നിങ്ങളുടെ കണ്ണിൽ നിന്ന് പെട്ടാൽ അതിൽ കയറി പിടിക്കരുത്. തുടക്കത്തിൽ അത് നിഷ്കളങ്കമെന്ന് തോന്നും. എന്നാൽ നിങ്ങൾ ലക്കും ലഗാനുമില്ലാതെ ഈ ബന്ധത്തിൽ ചെന്നുപെടുന്നത് നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തെ ബാധിച്ചേക്കാം. ഒന്നോർക്കുക, നിങ്ങളുടെ അടുത്തിരുന്ന് കണ്ണിറുക്കി കാണിക്കുന്ന ഈ വ്യക്തിയേക്കാൾ കൂടുതലായി നിങ്ങൾക്ക് ഈ ജോലിയാണ് ആവശ്യം. ജെമിനി കരിയർ. തൊഴിൽ രംഗത്ത് നിങ്ങൾ പ്രശംസകളോ നേട്ടങ്ങളോ ഉണ്ടാക്കുകയാണെങ്കിൽ സ്ഥാപനത്തിനുള്ളിലോ പുറത്തോ നിന്ന് മത്സരമുണ്ടാവുമെന്ന് ജാഗ്രതയായിരിക്കുക. നിങ്ങളുടെ എതിരാളികൾ തെറ്റായ ആരോപണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്.
അതിനാൽ നിങ്ങൾ ജാഗരൂകരായിരിക്കുകയും കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ സൂക്ഷിക്കുകയും വേണം. വ്യാപാരത്തിലെ എതിരാളികൾ ഊർജ്ജസ്വലരാണ്, എന്നാൽ നിങ്ങൾ അവരുമായി വേണ്ടവിധം ഇടപെടണം. ജെമിനി, ഫൈനാൻസ്. സാമാന്യ ജനങ്ങളുമായി ബന്ധപ്പെടേണ്ട ഒരു തൊഴിലിലാണ് നിങ്ങളെങ്കിൽ ഇന്ന് നിങ്ങളുടേത് വളരെ തിരക്കുള്ള ദിനമായിരിക്കും. നിങ്ങളുടെ ഇപ്പോഴത്തെ ഉപഭോക്താക്കൾ നിങ്ങളെ അധിക സമയം ജോലി ചെയ്യിക്കും, അല്ലെങ്കിൽ നാനാഭാഗത്തു നിന്നുമായി പുതിയ ഉപഭോക്താക്കൾ എത്തും. ഈ ഉൽപാദനക്ഷമതയുള്ള നല്ല കാലത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക. ജെമിനി, ഹെൽത്ത്. വൈകാരിക സ്വാസ്ഥ്യത്തിനു മുകളിൽ ഒരു കണ്ണു വേണം, കാരണം മാനസിക പിരിമുറുക്കം നിങ്ങളിൽ ആധിപത്യം പ്രാപിക്കുകയാണ്. നിങ്ങൾ ഒരുപക്ഷെ അമിതമായ പഠന, സാമൂഹിക അല്ലെങ്കിൽ പ്രവർത്തന മർദ്ദത്തിലായിരിക്കാം. നിങ്ങൾ അത് തുറന്നു പറയുന്നില്ല. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ആരെങ്കിലുമായി സംഭാഷണത്തിന്റെ ഒരു പാത തുറന്ന് നിങ്ങളുടെ വൈകാരിക അവസ്ഥയ്ക്ക് കടിഞ്ഞാണിടുക. വിശ്രമിക്കുവാൻ ആവുന്നത് ശ്രമിക്കുക. ക്യാൻസർ, ഓവർവ്യൂ. ഇത് ചിലപ്പോൾ നിങ്ങളുടെ സൗഹൃദത്തെ ബലപ്പെടുത്തും. സുഹൃത്തുക്കൾ പലപ്പോഴും വന്നും പോയും ഇരിക്കും, എന്നാൽ ഈ പ്രത്യേക വ്യക്തി എപ്പോഴും നിങ്ങളുടെ പ്രയാസങ്ങളുടെ കൂടെ കാണും. നിങ്ങളോട് തുറന്നു പറയാൻ കഴിയാത്തവരുടെ സഹായത്തിനായി നിങ്ങൾ കുറച്ചുകൂടെ മുന്നോട്ടു പോകുക. ഈ സഹായം ഏതാണ് വെറും ചെറിയ ഈ സൗഹൃദമെന്നും നീണ്ട സൗഹൃദമെന്നും തിരിച്ചറിയാൻ സഹായിക്കും. ക്യാൻസർ, റൊമാൻസ്. ഇന്ന് നിങ്ങൾ കൂട്ടുകൂടുവാനുള്ള ഒരു മൂഡിലാണ്. അധിക സമയവും കൂട്ടുകാരുമൊത്ത് ഫോണിൽ സംസാരിച്ച് കളയുവാൻ ഇന്ന് നിങ്ങൾക്ക് താല്പര്യം. നിങ്ങളുടെ പങ്കാളിയുമൊത്ത് ചിലവഴിക്കുവാൻ നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ലഭിക്കുന്നുള്ളൂ എന്ന ചിന്തയും നിങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ആകാവുന്നത്ര ഒഴിവു സമയവും അവരുമൊത്ത് ചിലവഴിക്കുവാനാണ് നിങ്ങൾക്ക് താല്പര്യം. ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ ഇന്ന് നല്ലൊരു സമയമാണ്, എന്നാൽ അത് ഉത്തരവാദിത്തങ്ങളെ ബലികഴിച്ചുകൊണ്ടാകരുത്. ക്യാൻസർ, കരിയർ. നിങ്ങൾ ഒരു IAS ജോലിക്കോ സർക്കാർ ജോലിയോ ലഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരമൊരു പ്രധാന ഭരണ സംബന്ധമായ സ്ഥാനം ലഭിക്കാൻ ഈ സമയം യോജിച്ചതാണ്. ഒരു അഭിമുഖം ലഭിക്കുമെന്ന് ഉറപ്പോടെ ഈ യോജിച്ച പൊതുവായ പദവി ലഭിക്കാനും ഇതിനായി നിങ്ങളെക്കുറിച്ചുള്ള സാരാംശം അയക്കാനും യോജിച്ച സമയമാണിത്. ഒരു ജോലിയിൽ പ്രവേശിക്കുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമേ ആവില്ലെന്ന് നിങ്ങൾക്കറിയാം. ക്യാൻസർ, ഫൈനാൻസ്. വീട്ടിലെ സാമ്പത്തിക രംഗം നിങ്ങളെ അലട്ടും. കൂടുന്ന ചിലവുകൾ കാര്യം കൂടുതൽ വഷളാക്കുകയും നിങ്ങളിലെ ജിജ്ഞാസ ഉണ്ടാക്കുകയും ചെയ്യും. വിഷമിക്കേണ്ട, ഓരോന്നായി ചെയ്തു തീർക്കുക. സാമ്പത്തികം നന്നായി കൈകാര്യം ചെയ്യുക. ആവശ്യമില്ലെന്ന് തോന്നുന്ന ചിലവുകൾ വേണ്ടെന്ന് വെക്കുക. ഒരു നല്ല സാമ്പത്തിക കാര്യ വിദഗ്ധന്റെ ഉപദേശം എന്തുകൊണ്ട് തേടിക്കൂടാ? ക്യാൻസർ, ഹെൽത്ത്. ആയാസങ്ങളിൽ വിരിക്കുന്ന കുറവ് നിങ്ങൾക്ക് നല്ല ആശ്വാസം നൽകും. ആരോഗ്യകരമായ ഭക്ഷണം, കുറച്ച് വിശ്രമവും ശാന്തിയും, കുറച്ച് ലഘുവ്യായാമങ്ങൾ എന്നിവ ഗുണം നൽകുവാൻ തുടങ്ങിയിരിക്കുന്നു. ദഹന സംബന്ധിയായ അസുഖങ്ങൾ അലട്ടിയിരുന്നവർക്ക് ഇന്ന് അതിന്റെ ലക്ഷണങ്ങൾ കുറഞ്ഞിരിക്കുന്നതായും സ്വാസ്ഥ്യം വീണ്ടു കിട്ടിയിരിക്കുന്നതായും അനുഭവപ്പെടും. ലിയോ, ഓവർവ്യൂ. ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളെ കാണാൻ വരുന്ന ആരിൽ നിന്നോ നിങ്ങൾ വായിക്കുന്ന ബുക്കിൽ നിന്നോ ആണ്. ഇത് നിങ്ങളുടെ വ്യക്തിപരമായും ഔദ്യോഗികപരമായും മേഖലയിൽ പ്രയോജനകരമായിരിക്കും. ലിയോ, റൊമാൻസ്. താല്പര്യം ജനിപ്പിക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ കണ്ണിൽ പെടുന്നതിനാൽ നിങ്ങൾ ഒരു അനുരാഗ ബന്ധത്തിന് തുടക്കമിടുന്നെന്ന് കാണുന്നു. എന്നിരുന്നാലും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പേ ഇതിനെക്കുറിച്ച് ഒന്ന് ആലോചിക്കണം. ഇതൊരു ബുദ്ധിഭ്രമത്തിന്റെ ഭാഗമല്ലെന്ന് ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് നിരാശപ്പെട്ടെന്നിരിക്കാം. മറ്റേയാൾ അനുകൂലമായി പ്രതികരിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഈ അനുരാഗയാത്ര തുടങ്ങുവാനാകൂ. ലിയോ, കരിയർ. നിങ്ങൾ ഏതു മേഖലയിലായിരുന്നാലും ശരി, നിങ്ങളുടെ ജോലി നന്നായി പോകുന്നുവെങ്കിൽ പോലും നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതിരുന്ന പുതിയ ജോലി സാധ്യതകൾ തുറന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് കാണാം. പുതിയതും ഇഷ്ടപ്പെട്ടതുമായ രീതിയിലുള്ള വികസനങ്ങൾ തുടങ്ങുന്നതിനാൽ നിങ്ങൾക്ക് സമീപ ഭാവിയിൽ നിങ്ങളുടെ വശം ഇപ്പോൾ ഉള്ള പദ്ധതികളേക്കാൾ കൂടുതൽ തൊഴിലുകൾ ലഭിക്കും. ലിയോ, ഫൈനാൻസ്. ജോലിയിൽ ഇന്ന് നിങ്ങൾക്ക് നല്ല സമ്പാദ്യ ഭാഗ്യമുണ്ടാകും. നിങ്ങൾ ഒരു ചാരിറ്റി സ്ഥാപനത്തിനായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ല, നിങ്ങൾ അങ്ങനെ ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നില ഉയരുന്നത് നിങ്ങൾ ഇന്ന് കാണും. ഒരു സംഭാവന അല്ലെങ്കിൽ ഗ്രാന്റ് ഇന്ന് ഈ സ്ഥാപനത്തിലെത്തും. അങ്ങനെ ആ സ്ഥാപനത്തിന്റെ സാമ്പത്തിക നിലയിൽ വലിയ മാറ്റം വരും. ഈ പണം ഏറ്റവും നല്ല കാര്യത്തിനായി ഉപയോഗിക്കുക. ലിയോ, ഹെൽത്ത്. തീയും ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അപകട പ്രവണതയുള്ള ദിനമാണ്. വോൾട്ടേജ് കൂടുതലുള്ള മൈക്രോവേവ് അല്ലെങ്കിൽ ഹീറ്റർ മുതലായ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ പരിക്കുകൾക്ക് സാധ്യതയുണ്ട്. മാത്രമല്ല, തീയോ അല്ലെങ്കിൽ ചൂടുള്ള വസ്തുക്കളുമായോ ബന്ധപ്പെടുമ്പോഴും സൂക്ഷിക്കുക. അത്യാവശ്യത്തിന് ഉപയോഗിക്കുവാനായി അടുത്തെപ്പോഴും വെള്ളം കരുതുക. വെർഗോ, ഓവർവ്യൂ. നിയമപ്രശ്നങ്ങളെല്ലാം തുടച്ചു നീക്കുക.
അടിപിടിയിലോ പ്രശ്നത്തിലോ ഉൾപ്പെട്ടതിന്റെ അടയാളം ഉണ്ടാവും. പ്രയാസകരമായ കാര്യങ്ങൾ വളരെ തന്ത്രപരമായി സാധൂകരിക്കാൻ സാധിക്കുമെന്ന് കരുതിയേക്കാം. Virgo, റൊമാൻസ്. ഗ്രഹനില ഇന്ന് കാണുന്നത് സ്ഥിരതയും ശാന്തതയുമാണ്. നിങ്ങൾ കുടുംബത്തിൽ നന്നായി പൊരുത്തപ്പെടുന്നു. അത് നിങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷിക്കുക, കാരണം അവർ നിങ്ങൾക്കാവശ്യമുള്ള പിന്തുണയും ശ്രദ്ധയും നൽകുന്നു. ഇന്ന് വിനോദത്തിനും കളികൾക്കുമുള്ള സമയമാണ്. ചിരിക്കുക, സന്തോഷിക്കുക. Virgo, കരിയർ. നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ വളരെ ആത്മവിശ്വാസമുള്ളയാളാണെന്ന് നിങ്ങൾക്ക് തോന്നും. ഈയിടെ നിങ്ങളുടെ ഓഫീസിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നിങ്ങൾ കാണിച്ച കഴിവ് നിങ്ങളുടെ മുതിർന്ന മേലധികാരികൾ നന്നായി തിരിച്ചറിയുകയും നിങ്ങൾക്ക് അർഹതപ്പെട്ടതിന്റെ ഫലം ലഭിക്കാനും തുടങ്ങും. നിങ്ങളുടെ ജോലിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ പോലും ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. Virgo, ഫൈനാൻസ്. അവിചാരിതമായ കാരണങ്ങളാൽ നിങ്ങളുടെ നേട്ടങ്ങൾ വൈകും. അതുകൊണ്ട് തന്നെ വ്യാപാരത്തിലുള്ള നിങ്ങളിൽ ചിലർ ഇടയ്ക്ക് വെച്ച് ഇന്ന് ചെയ്ത പ്രവൃത്തി ശരിയായിരുന്നോ എന്ന് വരെ സംശയിക്കും. നിങ്ങൾ ഇന്ന് സുസ്ഥിരമായ ഒരു ലാഭം പ്രതീക്ഷിച്ചിരുന്നു, എന്നാൽ അത്രയും കിട്ടാഞ്ഞതിനാൽ നിങ്ങൾ നിരാശനാണ്. മറ്റ് ഉപാധികൾ കൂടി തിരയേണ്ടുന്ന ദിനമാണിന്ന്. അതിനർത്ഥം നിങ്ങളുടെ ഇപ്പോഴത്തെ വഴികൾ മുഴുവൻ അടഞ്ഞുകഴിഞ്ഞു എന്നല്ല. എന്നാൽ കൂടുതൽ തിരയുന്നത് ഇപ്പോഴത്തതിന്റെ നല്ലതും ചീത്തയും വ്യക്തമാക്കുവാൻ കൂടി സഹായിക്കും. Virgo, ഹെൽത്ത്. ഇപ്പം മടിയും മടുപ്പും തോന്നും. പുറത്ത് വെറുതെ ഇരുന്ന് സ്വല്പം കാറ്റുകൊള്ളുവാനുള്ള ആഗ്രഹമുണ്ടാകും. ശാരീരികമായി നിങ്ങൾക്ക് അസുഖങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുവാൻ ഇന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടാകില്ല. ഇന്ന് വിശ്രമിക്കുക. മാനസിക പിരിമുറുക്കം കുറയുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യും. നന്നായി ഉറങ്ങുക. നാളത്തെ പ്രഭാതത്തെ ഉന്മേഷപൂർവ്വം സ്വീകരിക്കുക. Libra, ഓവർവ്യൂ. ഇന്നു മുതൽ നീ ചുറ്റുമുള്ളവരെ നീ സഹായിക്കുന്ന രീതി വളർത്തുക. ഒരു മടിയും ഇതിന് കാണിക്കരുത്. എന്തെന്നാൽ ഇത് മറ്റെന്തിനേക്കാളും നല്ല ഉന്മേഷം തരും. ഇന്ന് മുൻഗണന കൊടുക്കേണ്ടത് ബന്ധങ്ങൾ വർദ്ധിപ്പിക്കാനാണ്. എന്തെന്നാൽ അത് ചിലപ്പോൾ നിനക്ക് അറിയുന്നവരും അറിയാത്തവരുമാകാം. നിന്റെ സ്നേഹിതരുടെ കൂടെ നീ എപ്പോഴും നല്ല രീതിയിൽ ഇടപെടുകയും സന്തോഷത്തോടെ പെരുമാറുകയും ചെയ്യണം. എന്നാലേ ആ ബന്ധത്തിന് ദൃഢത വരികയുള്ളൂ. Libra, റൊമാൻസ്. ഇന്ന് ഒരു സവിശേഷമായ സന്ദർഭമുണ്ടാകും. അതിൽ നിങ്ങൾക്ക് പുറത്തു പോകാം. പുതിയ ആളുകളുമായി ബന്ധപ്പെടാം. സ്വയം ആസ്വദിക്കാം. മറ്റുള്ളവരെ ആകർഷിക്കും വിധത്തിൽ നിങ്ങൾ വസ്ത്രധാരണം ചെയ്യും. മറ്റുള്ളവർ അത് ശ്രദ്ധിക്കുകയും ചെയ്യും. നിങ്ങളുടെ ശ്രദ്ധയാകർഷിച്ചേക്കാവുന്ന ഒരാൾക്കായി കണ്ണുകൾ തുറന്നു വെക്കുക. കാരണം ഇന്നീ ആൾക്കൂട്ടത്തിൽ ഒരു വിശിഷ്ട വ്യക്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഈ വ്യക്തി ഒരുപക്ഷെ നിങ്ങളുടെ പ്രാണപ്രിയനാകാം. മൊത്തത്തിൽ ഇന്നത്തെ ദിനം മുഴുക്കെ ആനന്ദത്തിന്റേതും ചിരിയുടേതുമാകുന്നു. അതുകൊണ്ട് തന്നെ ആസ്വദിക്കുക. Libra, കരിയർ. ഒരു പുതിയ പദ്ധതി ആവിഷ്കരിക്കുവാൻ നിങ്ങൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അത് തുടങ്ങിവെക്കുവാൻ പറ്റിയ ദിനമാണിന്ന്. ഒരു പുതിയ സ്ഥാപനം തുടങ്ങുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിലേക്കായി ഇന്ന് ആദ്യ പരിപാടി വയ്ക്കുക. ഇന്ന് തുടങ്ങുകയാണെങ്കിൽ യാത്ര എന്തായാലും സുഗമമായിരിക്കും. Libra, ഫൈനാൻസ്. നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം കൈവരിക്കുവാൻ വേണ്ടത് ചെയ്യുവാൻ ഇന്ന് നല്ല ദിനമാണ്. നിങ്ങളുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ കൈവരിക്കുവാനായി വിശ്രമമില്ലാതെ പരിശ്രമിക്കുക. നിങ്ങൾ ശുഭാപ്തി വിശ്വാസത്തോടെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. പുരോഗതിയുടെ പാതയിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നേരിടുവാൻ നിങ്ങളുടെ ആത്മവിശ്വാസത്തിനാവും. കൃത്യതയാർന്ന പ്ലാനിങ്ങിനോടൊപ്പം ശരിയായ അവസരങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ എളുപ്പമാക്കും. ഇതിനായി നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ സഹായം തേടാവുന്നതാണ്. അത് നിങ്ങളുടെ മനസ്സിന് ഒരു ശക്തി പകരും. അതുവഴി നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ലക്ഷ്യം നേടുകയും ചെയ്യും. Libra, ഹെൽത്ത്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം നിയന്ത്രിച്ച് നിർത്തുവാൻ ശ്രമിക്കുക. നിങ്ങൾ കൊണ്ടു നടന്നിരുന്ന എന്തെങ്കിലും മാനസിക പിരിമുറുക്കം മൂലം രക്തസമ്മർദ്ദം ഉയരുന്നത് നിങ്ങൾ അറിയും. അതുകൊണ്ട് തന്നെ അതിനെ താഴേക്ക് കൊണ്ടുവരേണ്ടതിന്റെയും നിങ്ങൾക്ക് മുൻകൂട്ടി കാണുവാനാകാത്ത വിധത്തിൽ മാനസിക പിരിമുറുക്കം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ എന്നും കുറച്ചു സമയം ധ്യാനം മുതലായവയ്ക്കായി നീക്കിവെക്കുക. ഇത് മനസ്സിനെ ശാന്തമാക്കുമെന്ന് മാത്രമല്ല രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. Scorpio, ഓവർവ്യൂ. ഇന്ന് നിങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളിലും മൊത്തത്തിൽ ചെറിയൊരളവ് പതറിയതായി തോന്നാം. നിങ്ങളുടെ ഈ നീണ്ട യാത്രക്കിടയിൽ ചെറിയ നേട്ടം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. പക്ഷേ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വരിഞ്ഞു താഴെയിടുന്നു. Scorpio, റൊമാൻസ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തെ ഒന്നുകൂടി വിശകലനം ചെയ്യണം. പ്രത്യേകിച്ചും ബന്ധത്തിന്റെ ഊഷ്മളത നഷ്ടപ്പെടുന്നുവെങ്കിൽ, അങ്ങനെയെങ്കിൽ അതിന്റെ കാരണവും കാണണം. അതെന്തെന്ന് കണ്ടെത്തുക മാത്രമല്ല അതിനെ വേരോടെ പിഴുതെറിയുകയും വേണം. എന്നിട്ട്
അവയെ തുറന്ന സത്യസന്ധമായി നേരിടുക. നിങ്ങളുടെ പങ്കാളിയെ നിങ്ങളും പങ്കാളി നിങ്ങളെയും സത്യസന്ധമായി മനസ്സിലാക്കുവാൻ അതാണ് ആകെയുള്ള വഴി. Scorpio, കരിയർ. നിങ്ങളുടെ പ്രകടനത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുവാൻ സാധ്യതയുണ്ട്. ഇത് കൂടുതൽ അധ്വാനിക്കുവാൻ നിങ്ങൾക്ക് ഉത്തേജനം നൽകും. എന്നാൽ ഇത് തലക്ക് പിടിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. പുതിയ സാങ്കേതിക കഴിവുകൾ ആർജിക്കണം. നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് ഔദ്യോഗിക പുരോഗതി ഉണ്ടാക്കും. നല്ല വാർത്താവിനിമയ കഴിവും ശുഭമായി ചിന്തിക്കുവാനുള്ള കഴിവുമുള്ള മാനേജർമാർക്കിന്ന് ജോലിയിൽ നല്ല വിജയമുണ്ടാകും. നിങ്ങളിൽ ചിലർക്കിന്ന് വിദേശത്തു നിന്നും ചില ഓഫറുകൾ വരാനുള്ള സാധ്യതയുണ്ട്. Scorpio, ഫൈനാൻസ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ പദ്ധതിക്ക് പുരോഗമനമൊന്നുമില്ലെന്നും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ ഉന്നമനമില്ലെന്നും നിങ്ങൾ ഈയിടെയായി തോന്നിയിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊരു മാറ്റമുണ്ടാകും. നിങ്ങളുടെ കഠിനാധ്വാനം ഫലിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങളെ വിഷമിപ്പിച്ചിരുന്ന ചില തടസ്സങ്ങൾ നിങ്ങൾ കടക്കുന്നു. ഈ നല്ല കാലം നിങ്ങളുടെ സാമ്പത്തിക ഔദ്യോഗിക ലക്ഷ്യപ്രാപ്തിക്കായി ഉപയോഗിക്കുക. അവ നേടാവുന്നതേയുള്ളൂ. Scorpio, ഹെൽത്ത്. പ്രമേഹം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം തുടങ്ങിയ അസുഖമുള്ളവർ ഇന്ന് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ വ്യായാമ കാര്യങ്ങളുള്ള നിയന്ത്രണങ്ങൾ തുടരുന്നുവെന്ന് ഉറപ്പുവരുത്തുക. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ മാനസിക പിരിമുറുക്കം എത്രയും കുറയ്ക്കാമോ അത്രയും കുറച്ചു നിർത്തുവാൻ ശ്രമിക്കുക. യോഗാഭ്യാസം, ധ്യാനം മുതലായ വ്യായാമ മുറകൾ നിങ്ങളെ നിങ്ങളുടെ ആരോഗ്യം ഉത്തമ സ്ഥിതിയിലായിരിക്കുവാൻ സഹായിക്കും. Sagittarius, ഓവർവ്യൂ. നിങ്ങൾ പൊതുവായതോ അല്ലാത്തതോ ആയ ആഘോഷത്തിൽ പങ്കെടുക്കും. ഇന്ന് ബന്ധുക്കളുടെ വീട്ടിലോ സാമൂഹ്യ പരിപാടികളിലോ പങ്കെടുത്ത് ആഘോഷിക്കാനുള്ള അവസരമാണ്. യഥാർത്ഥത്തിൽ ചെയ്തു തീർക്കുവാനുള്ള പ്രവൃത്തികൾക്കുള്ള അവസരം കൂടി ലഭിക്കും. ഇപ്പോൾ മറ്റുള്ള എന്തിനേക്കാളും പ്രാധാന്യം ഇതിനാണ്. Sagittarius, റൊമാൻസ്. നിങ്ങളുടെ ഇപ്പോഴുള്ള അനുരാഗത്തിലേക്ക് ഒരു പുതിയ അത്ഭുതം കയറി വരും. അതുകൊണ്ട് തന്നെ ഉന്മേഷകരമായ ചില മാറ്റങ്ങൾക്ക് തയ്യാറായിക്കൊള്ളുക. ഇരുവരുടെയും സാമീപ്യം ഇരുവർക്കും പരസ്പരം ചില അനുരാഗ നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാൻ സഹായകരമാക്കും. അത് നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു പുതിയ ജീവൻ കയറ്റിവിടും. നിങ്ങൾ പരസ്പരം കൂടുതൽ വിശ്വാസവും പക്വതയും കൈവരിക്കുന്നതും സ്നേഹം പങ്കിടുവാൻ കൂടുതൽ ക്രിയാത്മകമായ വഴികൾ കണ്ടെത്തുന്നതും നിങ്ങളുടെ ബന്ധത്തിന് ഗുണം ചെയ്യും. Sagittarius, കരിയർ. ചില കാര്യങ്ങൾ നേരാംവിധം ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ സ്വയം അത് ചെയ്യണം എന്ന പാഠം ഇന്ന് നിങ്ങൾ പഠിക്കണം. കഠിനമായ രീതിയിൽ ഇത് പഠിക്കാതിരിക്കാൻ ശ്രമിക്കുകയും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നിങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. നിങ്ങൾ സ്വയം പരിശോധിക്കാതെ നിങ്ങളുടെ സുവ്യക്തമായ നിർദ്ദേശം അനുസരിക്കാതെ നിങ്ങളുടെ ജോലികൾ മറ്റുള്ളവർ പൂർത്തിയാക്കിയെന്ന് സമ്മതിച്ചതായി കണക്കാക്കരുത്. Sagittarius, ഫൈനാൻസ്. നിങ്ങൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് യാത്ര ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങളോട് ഒരുപക്ഷെ ഒരു വിദേശ യാത്രയ്ക്കുള്ള നിർദ്ദേശം വന്നേക്കാം. നിർഭാഗ്യവശാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതുപോലെ നിങ്ങളുടെ യാത്ര ഗുണകരമാകില്ലെന്ന് മനസ്സിലാക്കുക. ഈ യാത്രയിൽ നിന്നും ഉണ്ടായേക്കാവുന്ന ചില പ്രസ്താവങ്ങൾ ഒരു ഘട്ടത്തിൽ നടപ്പാകാതെ പോകും. അതുകൊണ്ട് തന്നെ ഈ സംരംഭത്തിലെ പ്രവൃത്തികളിൽ അമിത പ്രതീക്ഷയരുത്. Sagittarius, ഹെൽത്ത്. യൗവന മനോഭാവം നിലനിർത്തുവാനും നല്ല ആരോഗ്യം നിലനിർത്തുവാനും ഇന്ന് സംഘടിതമായ കളികളിൽ ഏർപ്പെടുക. നല്ല വ്യായാമം നിങ്ങൾക്ക് ആസ്വദിക്കുമെന്ന് മാത്രമല്ല, കൂട്ടുകൂടിയുള്ള കളിയുടെ ഉല്ലാസവും നിങ്ങൾ ആസ്വദിക്കും. ഒറ്റയ്ക്ക് കളിക്കുന്ന കളിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ പോലും സമാന മനസ്കരുമായുള്ള നിങ്ങളുടെ ഇടപെടൽ നിങ്ങൾക്ക് വളരെ ഗുണം ചെയ്യും. Capricorn, ഓവർവ്യൂ. റിലാക്സേഷനും ഒരുമിച്ചുള്ള സന്തോഷത്തിനും നിങ്ങൾ സ്നേഹിക്കുന്നവർക്കും കുടുംബവും ഒരുമിച്ച് ചേർന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണിന്ന്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അടുത്ത ബന്ധുക്കളുമായി കുറച്ചു സമയം ചെലവഴിക്കണം. അവരെ ഇതുവരെ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ പോലും അവരുമായി അടുത്തിടപഴകുകയും നിങ്ങളുടെ സ്നേഹിതരുമായി കളിതമാശകൾ പറഞ്ഞ് സന്തോഷിക്കുകയും ചെയ്യുക. Capricorn, റൊമാൻസ്. അനുരാഗ ജീവിതത്തിൽ ഇന്ന് ചെറിയ വളരെ കുറച്ച് സമയം മാത്രം നീണ്ടു നിൽക്കുന്ന ഉത്തേജനങ്ങൾ ഉണ്ടാകും. ഒരു സമൂഹ വിരുന്നിൽ അല്ലെങ്കിൽ ആരെയും പ്രതീക്ഷിക്കുക പോലും ചെയ്യാതിരുന്ന ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ആരെങ്കിലുമായി ശൃംഗരിക്കുവാൻ ഇടവന്നേക്കാം. ഇതൊരു പക്ഷേ ഒരു സുഹൃത്തിന്റെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ വളരെ മുമ്പ് പരിചയപ്പെട്ട ആരെങ്കിലും. അത് നിലനിൽക്കുന്നിടത്തോളം മാത്രം അത് ആസ്വദിക്കുക. യാത്രക്കിടയിൽ ലഭിച്ച ഒരു നിമിഷം എന്നതിൽ കൂടുതൽ ഇതിന് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. Capricorn, കരിയർ. അടുത്ത കാലത്ത് ചില നേരിയ വെല്ലുവിളികൾ ഉണ്ടായെങ്കിലും ഇന്ന് നിങ്ങളുടെ പാതയിൽ ചില ശുഭസൂചകമായ വികസനങ്ങളാണുള്ളത് എന്ന് കാണാം. തടസ്സങ്ങളെല്ലാം വശങ്ങളിലേക്ക് പോവുകയും എന്താണ് യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളതെന്ന ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങൾക്ക് കഴിയും. ഇന്ന് നിങ്ങളുടെ ശാന്തത അനാവശ്യമായി നഷ്ടപ്പെടുത്താതിരിക്കുക. Capricorn, ഫൈനാൻസ്. സാമ്പത്തിക കാര്യത്തിൽ ഇന്നെന്തോ അശുഭം കാണുന്നു.
നിങ്ങൾ വിശ്വസ്തനല്ലാത്ത ഒരാളിൽ നിന്നും കടം വാങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ബാങ്കിൽ നിന്നെടുത്ത ഒരു ലോൺ നിങ്ങളെ വേട്ടയാടുവാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആരിൽ നിന്നാണോ കടം വാങ്ങിയത് അവരിന്ന് തിരഞ്ഞെത്തും. ഇന്ന് നിങ്ങൾക്ക് ആ കടം ഉടൻ വീട്ടേണ്ടി വരും. അതിനെ നേരിടുകയാണ് നല്ലത്, അല്ലാതെ അതിൽ നിന്നും ഓടിയൊളിക്കുകയല്ല. Capricorn, health. ചില മാനസിക പിരിമുറുക്കമുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കുക. യോഗാഭ്യാസം അല്ലെങ്കിൽ ശ്വാസോച്ഛ്വാസ സംബന്ധമായ വ്യായാമങ്ങൾ എന്നിവ ചെയ്ത് ഇന്ന് മാനസിക പിരിമുറുക്കത്തെ നിയന്ത്രിച്ചു നിർത്തുക. അതുപോലെ വീട്ടിലും സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്തുക. മാനസിക പിരിമുറുക്കം ഒന്നിനു പുറകെ ഒന്നായി വരികയാണ്. അതുകൊണ്ട് തന്നെ അവയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകാതിരിക്കുക. Aquarius, overview. ഇന്ന് എങ്ങനെയായാലും നിങ്ങൾ മറ്റു പ്രവൃത്തിയിലോ തളർച്ചയിലോ ആണെങ്കിലും അപ്രതീക്ഷിതമായി ഒരു കൂടിവരവ് നിങ്ങളുടെ വീട്ടിലുണ്ടാകും. ഇന്ന് എല്ലാ ദിവസത്തെയും പോലല്ല. അതിനാൽ സുഹൃത്തുക്കളും വീട്ടുകാരുമൊത്ത് വളരെയധികം സന്തോഷിക്കുക. അവസാനം ഇത് ക്യാമറയിൽ പകർത്തുക. ഭാവിയിൽ ഇത് കണ്ട് സന്തോഷിക്കാം. Aquarius, റൊമാൻസ്. പങ്കാളികളായിരിക്കുന്നവർക്ക് പുറത്തു നിന്നുള്ളവരുടെ ഇടപെടൽ മൂലം ഈയിടെ ബന്ധത്തിലുണ്ടായിരുന്ന ഒരു പിരിമുറുക്കം ഇന്നു മുതൽ കുറയുന്നതായി കാണാം. പരസ്പരം സംസാരിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ തുറന്നു പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനുമായി കുറച്ച് സമയം ഇന്ന് കണ്ടെത്തുക. നിങ്ങൾ പരസ്പരം കേൾക്കുവാൻ തയ്യാറാകും. അത് കൂടുതൽ പരസ്പര വിശ്വാസം വളർത്തുവാനും ശാന്തത വളർത്തുവാനും അതുവഴി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ ആഴവും അർത്ഥവും കണ്ടെത്തുവാനും സഹായിക്കും. Aquarius, കരിയർ. സെയിൽസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈയിടെയായി മാനസിക പിരിമുറുക്കം കുറച്ചു കൂടുതലാണ്. എന്നാൽ ഈ പിരിമുറുക്കം ഇന്നു മുതൽ കുറച്ചു കുറയുന്നതായി കാണാം. നിങ്ങൾ ഈയിടെ ചെയ്ത എല്ലാ കഠിനാധ്വാനത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കുവാനും സ്വയം അഭിനന്ദിക്കുവാനും ഈ അവസരം ഉപയോഗിക്കുക. ഇന്ന് ജോലിക്ക് ശേഷം കുറച്ച് വിശ്രമമാകാം. Aquarius, ഫൈനാൻസ്. നിങ്ങളുടെ ഏകാഗ്രമായ പ്രയത്നം ആവശ്യമായി വരും. നിങ്ങളുടെ വ്യാപാരത്തിന് ഒരു നല്ല അടിത്തറ ഇപ്പോൾ നിങ്ങൾക്കുണ്ടാക്കുകയാണെങ്കിൽ ഭാവിയിൽ നിങ്ങളുടെ സാമ്പത്തിക രംഗം വളരെ ശക്തമാകും. നിങ്ങളുടെ സ്ഥാപനത്തെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സേവനങ്ങളെക്കുറിച്ച് പരസ്യം നൽകുന്നത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് കൂടുതൽ കരുത്തേകുകയുള്ളൂ. Aquarius, health. ചുമ, ജലദോഷം എന്നിവ പോലുള്ള ചെറിയ അസ്വസ്ഥതകൾക്ക് അടിമപ്പെടാനുള്ള സാധ്യത കാണുന്നു. തണുപ്പിനെ അകറ്റുവാൻ പുതച്ചുമൂടിയിരിക്കുക. തണുത്ത പാനീയങ്ങൾ ഒഴിവാക്കുക. ഇന്ന് നിങ്ങൾക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ ചെറിയവയാണ്. എന്നിരുന്നാലും അനാവശ്യമായ ശ്രദ്ധ നൽകുക. Pisces, overview. നിങ്ങളുടെ അടുത്ത് സുഹൃത്തുക്കൾ ഇന്ന് അശുഭകരമായ വാർത്തയുമായി സമീപിച്ചേക്കും. ഇത് നിങ്ങളെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കും. എങ്ങനെയായാലും അതിനെ എതിരിടാൻ ഒരുങ്ങിയിരിക്കുക. കോപത്തോടെയോ അനുകൂലമല്ലാത്തതോ ആയ രീതിയിലല്ലാതെ സമീപിക്കുക. അവർക്ക് നിങ്ങളെ മനസ്സിലാക്കാനും മാർഗനിർദ്ദേശവും ആവശ്യമാണ്. അവരുടെ തിരഞ്ഞെടുപ്പും അതിന്റെ പ്രയാസങ്ങളെയും കുറിച്ച് മനസ്സിലാക്കി നല്ല വഴി പറഞ്ഞു കൊടുക്കുക. Pisces, റൊമാൻസ്. ഇന്ന് പങ്കാളിയിൽ നിന്നും ഒരു അവിചാരിത സമ്മാനം ലഭിക്കുകയും അവരുടെ നല്ല മനസ്സിനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾ അത്ഭുതപ്പെടുകയും അത് നിങ്ങളുടെ മനസ്സിൽ കൊള്ളുകയും ചെയ്യും. ഈ സ്നേഹത്തിന്റെ ഊഷ്മളത അനുഭവിക്കുകയും അത് തിരികെ നൽകുകയും ചെയ്യുക. നിങ്ങളുടെ പരസ്പര ബന്ധത്തിലേക്ക് കുറച്ച് പ്രയത്നം കൂടി ഇറക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്നേഹമുള്ള ആ പങ്കാളി എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണുക, ആസ്വദിക്കുക. Pisces, കരിയർ. ഏത് സാഹചര്യവുമായി പൊരുത്തപ്പെടുവാനുള്ള നിങ്ങളുടെ കഴിവ് ഇന്ന് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇത് നിങ്ങൾക്ക് ചില പ്രതിഫലങ്ങൾക്കും അംഗീകാരങ്ങൾക്കും കാരണമാക്കുമെന്നും കാണുന്നു. നിങ്ങളെ ഈ സമയത്തെ ചില പുതിയ ചുമതലകൾ ഏൽപ്പിക്കുകയാണെങ്കിലും അത്ഭുതപ്പെടരുത്. ഇത് നിങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന കഴിവുകളെ ഉണർത്തുവാനും ഔദ്യോഗിക രംഗത്ത് പുരോഗതിക്കും നിങ്ങൾക്ക് സഹായകരമാകും. Pisces, ഫൈനാൻസ്. ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുക. നല്ല ലാഭമുണ്ടാകുമെന്ന് കാണുന്നു. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള പദ്ധതികൾക്ക് പുറകെ പോകാതിരിക്കുക. പകരം നല്ല നിക്ഷേപങ്ങൾ ചെയ്യുക. എടുക്കാവുന്ന റിസ്ക് എത്രയെന്ന് അളന്ന് അതിനനുസരിച്ച് നിക്ഷേപിക്കുക. 10 വർഷത്തിൽ നിങ്ങൾ ഈ നിക്ഷേപം ചെയ്തതിൽ നിങ്ങൾ സന്തോഷിക്കും. Pisces, health. ഇന്ന് സത്യമായും നിങ്ങൾക്ക് നല്ല സ്വാസ്ഥ്യം തോന്നുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യത്തിൽ ചീത്തയായി ഒന്നും ഇന്ന് പ്രവചിക്കാനില്ല. നിങ്ങളുടെ മാനസികവും ശാരീരികവുമായ സ്വാസ്ഥ്യങ്ങൾ അതിന്റെ ഉത്തുംഗത്തിലെത്തുകയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് സുഖകരമായ ഒരു ശക്തി പകരുന്നു. ഇന്നത്തെ ഈ നല്ല സ്വാസ്ഥ്യം ആസ്വദിക്കുക. നടക്കാനിറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു കായിക വിനോദത്തിൽ ഏർപ്പെടുക. നിങ്ങളുടെ ഊർജ്ജനില ഇന്ന് അതിന്റെ ഏറ്റവും ഉന്നതിയിലാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മാനസിക സ്വാസ്ഥ്യവും.